പാലിയേക്കര ടോൾ പിരിവ് വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ നഷ്ടം ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കാണ് ദേശീയപാത അതോറിറ്റി തുക നൽകേണ്ടി വരിക. സൂരജ് സജി വിവരങ്ങളുമായി പാലിയേക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായൊരു തീരുമാനം ഇന്നലെ ഉണ്ടായതാണ് ഹൈക്കോടതിയിൽ നിന്ന്, സുപ്രധാനമായൊരു ഉത്തരവ്. പക്ഷേ ഈ ടോൾ പിരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അത് നേരത്തെ ഈ ടോൾ പിരിവ് തടസ്സപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ കരാറിലുള്ളതാണ് അതിന് കാരണമായി മാറുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ സൂരജ് സജി? ഒരർത്ഥത്തിൽ ടോൾ നൽകിയില്ലെങ്കിൽ പോലും മറ്റൊരു തലത്തിൽ ജനം തന്നെ പണമടക്കേണ്ട അവസ്ഥയാണ് പാലിയേക്കരയിലുള്ളത്. സ്വാഭാവികമായും ജനങ്ങളുടെ നികുതിപ്പണമാണ് NHI ഈ കരാർ കമ്പനിക്ക് കൈമാറേണ്ടി വരിക. ഈ കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയാണ് ഇപ്പോൾ ഈ കരാർ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് ഈ നിലവിൽ ഇവിടെ ഈ ടോൾ പിരിക്കുന്നത്. അവരാണ് ആദ്യഘട്ട ഈ നിർമ്മാണ പ്രവൃത്തികളടക്കം നടത്തി ഈ ടോൾ പിരിവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടിപ്പാത നിർമ്മാണമാണ് ഈ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിനിടയാക്കിയിരിക്കുന്നത്. മറ്റൊരു കമ്പനിയാണ് അതിൻ്റെ അടിപ്പാത നിർമ്മാണവുമായി എല്ലാം മുന്നോട്ട് പോകുന്നത്. PSI എന്ന് പറയുന്ന ഒരു തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കമ്പനിയാണ് നിലവിൽ ഈ അടിപ്പാത നിർമ്മാണം എല്ലാം നടത്തുന്നത്. അതേ തുടർന്നാണ് ഇവിടെ ഈ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടതെന്നും അവരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് ഇത്തരത്തിൽ ഒരു ഹൈക്കോടതി ഉത്തരവിലേക്ക് അടക്കം നയിച്ചത് എന്നുള്ളതുമാണ് നിലവിൽ ഈ കരാർ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ടോൾ പിരിക്കുന്ന ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഈ ടോൾ എത്രയാണോ, ടോളിന് ആനുപാതികമായ തുക എത്രയാണോ അത് സ്വാഭാവികമായും ഈ ടോൾ പിരിവ് കമ്പനിക്ക് കൈമാറേണ്ടി വരും. അതായത് ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്, എത്ര വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നതിൻ്റെ കണക്ക് കൃത്യമായി ഇപ്പോഴും ഈ ടോൾ കമ്പനി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പൈസ അത് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഈടാക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ 3 മാസത്തെ കണക്കെടുത്തതിന് ശേഷം അതിൻ്റെ 1 മാസത്തെ ആനുപാതികമായുള്ള തുക അത് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഈടാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, സൂരജ് സജി പാലിയേക്കര ടോളിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.